ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുട്ട് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കറിയുടെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ റെസിപ്പിയാണിത്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 2 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായി ഒഴിച്ച് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയും ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി അവൈലബിൾ ആയിട്ടുള്ളവർക്ക് പാൽപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് പുട്ടുകുറ്റിയിൽ ആവി കയറ്റി നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും കട്ടിയില്ലാത്ത ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ.